ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കൽക്കിയുടെ അവതാരമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ദശാവതാരങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ ഏറ്റവും അവസാനത്തെ അവതാരമാണ് കൽക്കി. കൽക്കിയുടെ അവതാരത്തെ പറ്റിയും വളരെ വിശദമായി തന്നെ ഭാഗവതം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കലിയുഗ വർണ്ണനയാണ് പറഞ്ഞത്. അതായത് കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ കലിയുഗത്തിൽ അധർമ്മങ്ങളും അക്രമങ്ങളും പെരുകി ഭൂമിദേവിക്ക് ഭാരം ദുസ്സഹമായി വർദ്ധിക്കുമ്പോൾ സർവേശ്വരനായ ശ്രീനാരായണമൂർത്തി ശബള, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ശബള എന്ന ഗ്രാമത്തിൽ എത്രയും ഭക്തോത്തമനായ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണൻ്റെ പുത്രനായി ശ്രാവണ മാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ കൽക്കി എന്ന നാമധേയത്തിൽ അവതരിക്കും എന്നാണ് ഭാഗവതം പറയുന്നത്. ചില ഭാഗവതങ്ങളിൽ കർക്കടകത്തിലെ പൂയം നക്ഷത്രത്തിലാണ് കൽക്കി ജനിക്കുന്നതെന്നും പറയുന്നു. ചില പുസ്തകങ്ങളിൽ ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് എന്നും പറയുന്നു. അദ്ദേഹം, അതായത് കൽക്കി, തന്നിലുള്ള ദിവ്യമായ ഐശ്വര്യ യോഗമഹിമയാൽ അദ്ദേഹം വായുതുല്യ വേഗമുള്ള ഒരു കുതിരയുടെ മേൽ കയറി പാരിടം പരക്കെ പര്യടനം ചെയ്ത് ദുഷ്ടന്മാരെയും അധർമ്മികളെയും പാഷണ്ഡികളെയും പാടെ നിഗ്രഹിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് വലിയ വേഗതയുള്ള ഒരു കുതിരയാണ് അദ്ദേഹത്തിനുള്ളത്. ആ കുതിരയുടെ പുറത്തു കയറിയാണ് കൽക്കി എല്ലായിടവും സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം ദുഷ്ടന്മാരെ വധിക്കുമെന്നും അങ്ങനെ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുമെന്നും ഭാഗവതം പറയുന്നു. അദ്ദേഹം പാപികളുടെ വംശത്തെ ഉന്മൂലനാശനം ചെയ്തതിനു ശേഷം ഭൂമി പരിശുദ്ധമാക്കി തീർക്കും. അതിനുശേഷം കൽക്കി മഹാവിഷ്ണുവിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും എന്നാണ് ഭാഗവതത്തിൽ കൽക്കിയുടെ അവതാരത്തെപ്പറ്റി പറയുന്നത്. അങ്ങനെ കലികാലത്തുണ്ടാകുന്ന സർവ അധർമ്മികളെയും പാപികളെയും ജഗത്പതി കൽക്കിയായി അവതരിച്ച് വധിച്ചതിനു ശേഷം ബ്രഹ്മദേവനോട് വീണ്ടും സൃഷ്ടികർമ്മം തുടരാനായി മഹാവിഷ്ണു ആജ്ഞാപിക്കും. അതിനുശേഷം അന്നു മുതൽ പുണ്യവാന്മാരും സദ്വൃത്തരുമായ മനുഷ്യർ ഭൂമിയിൽ ജനിച്ച് തുടങ്ങും. അന്നു വീണ്ടും കൃതയുഗം ആരംഭിക്കും. എന്ന് കൽക്കിയുടെ അവതാരവാഴ്ച അവസാനിക്കുന്നുവോ അന്നു മുതൽക്കാണ് വീണ്ടും കൃതയുഗത്തിൻ്റെ ആരംഭം. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം 1200 ദേവവർഷങ്ങൾ അഥവാ 4,32,000 മനുഷ്യവർഷങ്ങൾ കഴിയുമ്പോൾ കലിയുഗം അവസാനിച്ച് വീണ്ടും കൃതയുഗം ആരംഭിക്കും. ഹരേ കൃഷ്ണ. ഇപ്രകാരമാണ് മഹാഭാഗവതത്തിൽ കൽക്കിയുടെ അവതാരത്തെപ്പറ്റി പറയുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ച് കൊടുത്തു. അങ്ങനെ ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്ത
ഈ കഥകളെല്ലാം തന്നെ സൂതൻ ശൗനകാദികളെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ ശൗനകാദികൾ ഇങ്ങനെ ചോദിച്ചു, അല്ലയോ സൂത, അങ്ങ് എത്ര മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് ഭഗവാന്റെ ഈ പുണ്യകഥ പറഞ്ഞു തന്നത്. ഈ മഹത്തായ ഭാഗവത കഥയുടെ ശ്രവണം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന മായയെല്ലാം അകന്നു പോയിരിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത്? ഞങ്ങൾക്കത് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അങ്ങയെ അനുഗ്രഹിക്കുന്നു. അങ്ങ് പുത്രന്മാരോടും ശിഷ്യ സമ്പത്തുകളോടും കൂടി വംശം അഭിവൃദ്ധി ചെയ്തുകൊണ്ട് സൂതപൗരാണികനായി ചിരകാലം വാഴുവാൻ അങ്ങയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സൂതപൗരാണികനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവർ വീണ്ടും ഒരു കാര്യം കൂടി ചോദിക്കുന്നു. എന്താണത്? കൽപ്പാന്ത പ്രളയകാലത്ത് ജഗത്പതി ജനാർദ്ദനൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി അങ്ങു ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണം എന്ന് അവർ വീണ്ടും സൂതനോട് പറഞ്ഞപ്പോൾ സൂതൻ ഇങ്ങനെ പറഞ്ഞു, തപോധനന്മാരെ, ഭൂമിയിൽ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് വിരാട് പുരുഷനായ വിഷ്ണുവിൻ്റെ അവസ്ഥ എന്താണെന്ന് മാർക്കണ്ഡേയ മുനിയുടെ ഒരു അനുഭവ കഥയിൽ കൂടി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് മാർക്കണ്ഡേയ ചരിതം അവർക്ക് ഉപദേശിച്ച് കൊടുക്കുന്നു. ഹരേ കൃഷ്ണ, നിങ്ങൾ കേട്ടുകൊള്ളുക. വളരെ വളരെ രഹസ്യമായതും സൂക്ഷ്മമായതുമായ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഭൃഗുവംശ തിലകനായിരുന്ന മുകണ്ഠു എന്ന മുനിയുടെ പുത്രനാണ് ആര്? മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. മാർക്കണ്ഡേയ കുമാരൻ പരമശിവന്റെ അനുഗ്രഹത്താൽ മരണത്തിൽ നിന്നും അതിജീവിച്ചതിനു ശേഷം പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളും വാങ്ങി തപസ്സിനായി പുറപ്പെട്ടു. മരണത്തിൽ നിന്നും അതിജീവിക്കുന്നത് വരെ സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വളരെ വിശേഷമായിട്ട് എല്ലാവരും അറിയാനുള്ളത്. അതായത് അനുഗ്രഹത്തിനു ശേഷം, പരമേശ്വരൻ്റെ അനുഗ്രഹത്തിനു ശേഷം മരണത്തിൽ നിന്നും മുക്തനായി അദ്ദേഹം പിതാവിൻ്റെ അനുഗ്രഹങ്ങളുമെല്ലാം മേടിച്ചുകൊണ്ട് തപസ്സിനായിട്ട് പോവുകയാണ്. ജടയും വൽക്കലവും ദണ്ടും പൂണുനൂലും രുദ്രാക്ഷമാലയുമൊക്കെ ധരിച്ച് അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് 10,000 വർഷം പരബ്രഹ്മത്തെ തപസ്സു ചെയ്തു. ആര്? മാർക്കണ്ഡേയ മുനി. അങ്ങനെ അദ്ദേഹം ഒരു മഹായോഗീശ്വരനായി തീർന്നു. മരണത്തെ ജയിച്ച് ഉഗ്രമായ തപസ്സാചരിച്ചുകൊണ്ട് പുഷ്പഭദ്രാ നദിയുടെ തീരത്തുള്ള ചിത്രശില എന്ന അതിസുന്ദരമായ വനപ്രദേശത്ത് വാഴുന്ന കാലത്ത് 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ മനുവിൻ്റെ കാലമായിരുന്നു അത്. തപശക്തിയാൽ മുനീന്ദ്രൻ തൻ്റെ സിംഹാസനം കവർന്നെടുക്കുമോ എന്ന് ആര് ഭയപ്പെടുന്നു? ദേവേന്ദ്രൻ. അതുകൊണ്ട് ആ തപസ്സിന് വിഘ്നം വരുത്തുന്നതിനായിട്ട് സ്തനപുഞ്ചിക എന്ന ഒരു സുന്ദരിയായ ദേവനർത്തകിയെ ഋഷീശ്വരൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. സകല നിർദ്ദേശങ്ങളും നൽകിയാണ് പറഞ്ഞുവിടുന്നത്. ഏതാനും ഗന്ധർവന്മാരോടും അതുപോലെ തന്നെ അപ്സര സ്ത്രീകളോടുമെല്ലാം കൂടിയാണ് ഈ സുന്ദരി ഈ മാർക്കണ്ഡേയ മുനിയുടെ അടുത്ത് ചെല്ലുന്നത്. എന്നിട്ട് മാർക്കണ്ഡേയ മുനിയെ
തപസ്സിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിന് ആവശ്യമായ പാട്ടുകളൊക്കെ, അതായത് കാമം ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ശൃംഗാര നടനമാടാൻ തുടങ്ങി. അങ്ങനെ മുനിയെ വശീകരിക്കാനുള്ള പല വേലകളും ഈ സുന്ദരി കാണിക്കുകയാണ്. ഈ മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ ശരിക്കും ഒരു കാമകൂത്തു തന്നെയാണ് ഈ ദേവസ്ത്രീ കാണിച്ചു കൂട്ടിയത്. മുനിക്ക് കാമം ഉണർന്നു. എന്തു ചെയ്യാൻ സാധിക്കും? അതോടുകൂടി മാർക്കണ്ഡേയ മുനിയുടെ ഇന്ദ്രിയം തനിയെ വിസർജിച്ചു. എന്തു ചെയ്യാൻ സാധിക്കും? അങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായി. ആത്മനിയന്ത്രണം വിട്ടിട്ട് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, അത് പാപമാണോ? ഇങ്ങനെയൊക്കെ മാർക്കണ്ഡേയ മുനി ചിന്തിച്ചു. എന്തു ചെയ്യാൻ സാധിക്കും? ഇനി എന്താണ് ഒരു പരിഹാരം എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ പരമശിവൻ എന്നും 16 വയസ്സോടെ ഇരിക്കട്ടെ എന്നാണ് വരം നൽകിയത്. അങ്ങനെയുള്ള ആ ഭക്തൻ 6 മന്വന്തരക്കാലം തപസ്സു ചെയ്ത ആ മഹർഷിവര്യൻ, അങ്ങനെയുള്ള ഒരു മഹാത്മാവിന് താൽക്കാലികമായി ഉണ്ടായ വൈകാരിക മനോവിഷാദത്തിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് ഭക്തവത്സലനായ ഭഗവാൻ മഹാവിഷ്ണു തീരുമാനിച്ചു. അതനുസരിച്ചിട്ട് മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നരനാരായണന്മാരായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതോടുകൂടി ദേവലോകത്തു നിന്നും വന്ന ആളുകളെല്ലാവരും ഓടി ഒളിച്ചു. ഇതെല്ലാം ഇന്ദ്രൻ്റെ ചില കുതന്ത്രങ്ങളാണ്. അങ്ങനെ മഹാവിഷ്ണു ചതുർബാഹുക്കളോടും പവിത്രമായ ശുക്ല കൃഷ്ണവർണ്ണ ശരീരത്തോടും സർവവിധ വിഷ്ണു ചിഹ്നങ്ങളോടും കൂടിയ നരനാരായണ മൂർത്തികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മൂർത്തികളെ കണ്ട് മാർക്കണ്ഡേയൻ എഴുന്നേറ്റ് ദണ്ഡനമസ്കാരം ചെയ്തു. ഭഗവാനെ പൂജിച്ചു. മാധവൻ്റെ മഹിമകളെ വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാൻ പ്രസന്നനായി. അപ്പോൾ ആ ദിവ്യമൂർത്തികൾ ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ മാമുനീന്ദ്ര, പെട്ടെന്ന് അങ്ങയിലുണ്ടായ വൈകാരിക ചാഞ്ചല്യം ക്ഷമിക്കാവുന്നതാണ്. അതുമൂലം അങ്ങയുടെ തപസ്സിനോ അങ്ങയുടെ മഹത്വത്തിനോ ഒന്നും തന്നെ യാതൊരു ഹാനിയോ അശുദ്ധിയോ ബാധിക്കുന്നതല്ല. അങ്ങയുടെ തപസ്സിലും ഭക്തിയിലും ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക. ഇങ്ങനെയാണ് സർവേശ്വരൻ അരുളി ചെയ്തത്. അപ്പോൾ മഹർഷി ഇങ്ങനെ പറഞ്ഞു: അവിടുത്തെ അനുഗ്രഹമല്ലാതെ മറ്റ് യാതൊരു വരവും അടിയന് ആവശ്യമില്ല. ചിന്തിച്ചാൽ ആർക്കും അറിയാൻ കഴിവില്ലാത്ത അപ്രമേയ വിഷ്ണു മായാവൈഭവം എന്താണ് എന്നും ബ്രഹ്മപ്രളയകാലത്ത് ആ ജഗന്മയൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നും അറിയുവാൻ അടിയന് ആഗ്രഹമുണ്ട്. ബ്രഹ്മർഷി മുഖ്യർക്കു പോലും ഇതറിയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അടിയൻ്റെ അറിവ്. ഇങ്ങനെ മാർക്കണ്ഡേയ മുനി നരനാരായണന്മാരോട് ചോദിച്ചു. അപ്പോൾ അങ്ങേക്കത് സാധ്യമായി തീരട്ടെ എന്ന് പറഞ്ഞ് നരനാരായണന്മാർ അനുഗ്രഹിക്കുകയും ശേഷം നരനാരായണന്മാർ ബദര്യാശ്രമം പ്രാപിച്ച് അവിടെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. മാർക്കണ്ഡേയ മുനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം വീണ്ടും പഴയതുപോലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ച്
കഴിഞ്ഞു വന്നു. അങ്ങനെ നരനാരായണന്മാരുടെ അനുഗ്രഹത്താൽ മാർക്കണ്ഡേയ മുനിക്ക് പ്രളയദർശനം ലഭിക്കുന്നു. ആ പ്രളയദർശനം എന്താണ് എന്ന്, അതായത് പ്രളയകാലത്ത് സർവേശ്വരനായ മഹാവിഷ്ണുവിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ആ കാലത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ മാർക്കണ്ഡേയ മുനിക്ക് മനസ്സിലാകുന്നു. ആ കാര്യമാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? കൽക്കിയുടെ അവതാരവും മാർക്കണ്ഡേയ മുനിയുടെ ചരിതവും നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ 1-2 തവണ കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്കതിന് മറുപടി നൽകാം. അതല്ലെങ്കിൽ ആചാര്യനോടോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ശ്രേഷ്ഠന്മാരായ ആളുകളോടോ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിന് മറുപടി തരാനായി ശ്രമിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.